കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അന്നും ഇതുപോലെ ഒരു സമരം നടത്തിയിരുന്നു UDF ഭരണപക്ഷം. നിയമസഭാ കവാടത്തിൽ 2 MLA-മാരെ നിരാഹാരം കിടത്തി. നിയമസഭയിലാണ് പ്രതിപക്ഷ നേതാവ് നിരാഹാര സമരം പ്രഖ്യാപിച്ചത്. പക്ഷേ ആ സമരം എന്തായി എന്നോ എവിടെ എത്തിയെന്നോ ആർക്കും അറിയില്ല. എപ്പോഴാണ് അവസാനിപ്പിച്ചത് എന്ന് പോലും അറിയില്ല. നിയമസഭാ സമ്മേളനം അവസാനിപ്പിച്ചതോടുകൂടി സമരവും അവസാനിപ്പിച്ചു. അത് പക്ഷേ ആരും അറിഞ്ഞില്ല. സമരം അവസാനിപ്പിച്ച കാര്യം പ്രതിപക്ഷ നേതാവ് പോലും ആരോടും പറഞ്ഞില്ല. എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് 2 MLA-മാർ. നാണം കെട്ട സമരം എന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു പ്രതിപക്ഷത്തിന് എതിരെ. നാണക്കേട് കൊണ്ട് എഴുന്നേറ്റ് പോയി എന്നാണ് 2 MLA-മാരെ കുറിച്ച് പ്രതിപക്ഷ MLA-മാർ അന്ന് പറഞ്ഞത്. അതേ സമരം അതേ രൂപത്തിൽ വീണ്ടും പ്രഖ്യാപിച്ചു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതാ ആ പ്രഖ്യാപനം കേൾക്കാം. ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, ഗുഡ് മോർണിംഗ്. ചോദ്യം നമ്പർ 1 ശ്രീ സേവ്യർ. സർ, ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SIT-യുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഞങ്ങളുടെ 2 അംഗങ്ങൾ ശ്രീ CR മഹേഷും ശ്രീ നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കും. അന്ന് പറഞ്ഞ വാക്കുകൾ അതേപോലെ ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത്. MLA-മാർ മാറിയിട്ടുണ്ട്. ഇത്തവണ നിരാഹാരം ഇരിക്കുന്നത് CR മഹേഷും നജീബ് കാന്തപുരവുമാണ്. അത്ര മാത്രമേയുള്ളൂ. നേരത്തെ എങ്ങനെയാണോ സമരം നടത്തിയത് അതുപോലെ സമരം. ഇനി നിയമസഭാ സമ്മേളനം തീരുമ്പോൾ അവർക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും, പണി തട്ടി. അതുവരെ അവർ അവിടെ കുത്തിയിരിക്കണം, സത്യാഗ്രഹ സമരം നടത്തണം, നിയമസഭ പിരിയുന്നതുവരെ. ഈ സമരത്തിൻ്റെ പൊള്ളത്തരം അപ്പോൾ തന്നെ VD സതീശൻ എന്താണോ പറഞ്ഞത് അത് കഴിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കൂടി കേൾക്കാം. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇത് ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത്. ഹൈക്കോടതിയാണ് SIT-യുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. ബഹുമാനപ്പെട്ട CM ചോദ്യം. സർ, ഉണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19/1/26 വരെ 3360 വായ്പകൾ അനുവദിച്ചതിലൂടെ 2963 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾക്കായി ആകെ 1286 കോടി 96 ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. പലിശ നിരക്കായ 10% നിന്ന് സർക്കാർ സബ്സിഡി 3%, KFC റിബേറ്റ് 2% കുറച്ച് 5% നിരക്കിലാണ് വായ്പകൾ നൽകി വരുന്നത്. വായ്പാ പരിധി 2 കോടി രൂപയാണ്. നിലവിലെ വായ്പാ കാലാവധി 5 വർഷമാണ്. ഇത് ദീർഘിപ്പിക്കാനുള്ള തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 1374 വനിതാ സംരംഭകരുണ്ട്. പദ്ധതിയിലൂടെ ഇതിനകം 87,440 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ചതു മുതൽ പലിശ സബ്സിഡി ഇനത്തിൽ 46 കോടി 60 ലക്ഷം രൂപ സർക്കാരും പലിശ കിഴിവിനത്തിൽ റിബേറ്റിനത്തിൽ 25 കോടി 81 ലക്ഷം രൂപ KFC-യും ചെലവഴിച്ചിട്ടുണ്ട്.
യെസ് ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി. സാർ, ആർക്കെതിരെയാണ് സമരം ചെയ്യുന്നത് എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കുന്നത്. SIT അന്വേഷണം നടത്തുന്നത്, ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. SIT റിപ്പോർട്ട് നൽകേണ്ടത് ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതി അത് പരിശോധിച്ച് ഉത്തരവിറക്കും, ആവശ്യമായ നിർദ്ദേശം നൽകും. SITയെ വിമർശിക്കാനുണ്ടെങ്കിൽ വിമർശിക്കും. അതൊക്കെ ഹൈക്കോടതി ചെയ്യും. ഹൈക്കോടതിയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരം ആർക്കെതിരെയാണ്? ഹൈക്കോടതിക്ക് എതിരെയാണ്. അതാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. പക്ഷേ അതിന് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത.